السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا أسمو وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا وأراقب الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب. Hello everyone, assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So today's video is all about, it's a very random vlog. Weekend ഒക്കെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മൺഡേ ഉണ്ടല്ലോ, ആ ഒരു ഹെക്ടിക് മൺഡേനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. എല്ലാ ദിവസവും പോലെ തന്നെ ഫജർ പ്രയറിൽ സ്റ്റാർട്ട് ചെയ്ത് ഖുറാനിൽ എൻഡ് ചെയ്യുന്ന ഒരു മോർണിംഗ് റൂട്ടീനാണ് എനിക്കുണ്ടാവല്. സോ ഏർലി മോർണിംഗ് എണീച്ചതിൻ്റെ ശേഷം ഫജർ പ്രെയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സൂറാസ് അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട ഒരുപാട് സൂറാസൊക്കെ റിസൈറ്റ് ചെയ്ത് അതിലൊരു റിലീഫ് കണ്ടെത്തലാണ് മോസ്റ്റ് ഓഫ് ദി ഹെക്ടിക് ഡേയ്സിലെയും എൻ്റെ മോർണിംഗ് റൂട്ടീൻസ്. നിങ്ങൾക്ക് ഇതുപോലെ ഭയങ്കര ലോൺലിനെസ് അല്ലെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഡേ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട സൂറാസൊക്കെ റിസൈറ്റ് ചെയ്ത് കുറച്ചധികം ടൈം ഖുറാനിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ യു ഫീൽ ദി ഡിഫറൻസ് ഇൻഷാ അല്ലാ. UAE വെതറിൽ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ട്. മീൻസ് 5 o'clock ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചമൊക്കെ വന്നു തുടങ്ങും. ഇപ്പോൾ അറൗണ്ട് ഒരു 5:45 AM ആണ്. ഐ തോട്ട് വെറുതെ ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന്. ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഫീൽ ഗുഡായിട്ട് ഫ്രീ ആയിട്ട് വോക്കൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അൽഹംദുലില്ലാ ഇന്ന് ഹസ്ബൻഡ് ഓഫാണ്. സോ ഐ തോട്ട് ജസ്റ്റ് കയ്യിലുള്ള എന്തെങ്കിലും സ്നാക്കൊക്കെ പിടിച്ച് ഒന്ന് നടന്നിട്ട് വരാമെന്ന്. ആൻഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ഔട്ട് ഫോർ എ സ്മോൾ വാക്ക്. ഹെക്റ്റിക്കായിട്ടുള്ള മെൻ്റൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാക്കിങ്ങിന് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എവിടേക്കോ വായിച്ചിട്ട് കേട്ടിട്ടുണ്ട്. വെനെവർ ഐ ഹാവ് ടൈം ഐ ട്രൈ ടു ഫൈൻഡ് സം ടൈം ഫോർ എക്സസൈസസ് ഓൾസോ. ഐ റിയലി ലൈക്ക് എക്സസൈസസ്, ബട്ട് ടോഡ്ലേഴ്സ് ഒക്കെ ഉള്ള പാരൻസിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈല്. സോ ഉണ്ടാവുന്ന ടൈമിൽ അല്ലെങ്കിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ മാക്സിമം എക്സസൈസസ് ആണെങ്കിലും വാക്കിംഗ് ആണെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് മെയിൻ ഗേറ്റിൻ്റെ കീയും എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ബോറടിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ ഒന്ന് നടക്കാൻ ഇറങ്ങും. ഏർലി മോർണിംഗ് നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അധികം ആൾക്കാരൊന്നും റോട്ടിലുണ്ടാവില്ല. ആൻഡ് വെതർ ചേഞ്ചായി വരുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ചൂടും ഉണ്ടാവില്ല. സോ ക്യുക്കായിട്ട് ഒരു 1.5 hour വാക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഐ ഡോ നോ, നോക്കാം നമുക്ക് എത്ര ടൈം വരെ പോകുമെന്ന്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പ്രിഡിക്റ്റ് ചെയ്ത ഒരു വെതറേ ആയിരുന്നില്ല പുറത്തുണ്ടായിരുന്നത്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഹോട്ട് ബട്ട് അഡ്ജസ്റ്റബിൾ ആൻഡ് വെതർ ലുക്ക് പ്രിറ്റി ഗുഡ് റൈറ്റ്. അൽഹംദുലില്ലാ ബേബി അബൂദിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ ഒരു വില്ലയിലാട്ടോ നമ്മൾ താമസിച്ചത്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ഞാൻ 4 to 5 years ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുറേ എളുപ്പവഴികളൊക്കെ നന്നായിട്ട് അറിയാം. സോ നടക്കാൻ ഇറങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് ഓർമ്മകളായ ഇറങ്ങണമെന്ന് തോന്നുമ്പോൾ എനിക്കിഷ്ടമുള്ള റൂട്ടിലൊക്കെ പോയിട്ട് ഒരുപാട് മെമ്മറി ക്രിയേറ്റ് ചെയ്ത പ്ലേസിലൊക്കെ പോയിരിക്കുക എന്നുള്ളത് എനിക്കെപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെയാണ്. ആൻഡ് ടോട്ട്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെയും ന്യൂ ബോൺസിൻ്റെ ഒക്കെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഇനി ഇതൊന്നുമല്ല 24 hours ഹോം മേക്കർ ആണെങ്കിൽ പോലും നമ്മളുടെ എല്ലാവരുടെയും ഒരുപാട് ആഗ്രഹമുള്ള ഒരൊറ്റ കാര്യം മേ ബി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ടൈം നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കും. ടൈമില്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ട്. ബേബി അബൂദ് കുഞ്ഞായിരുന്ന സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഒറ്റയ്ക്ക് കുറച്ച് ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ടൈമില്ല എന്നുള്ളൊരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ മോനുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ടോ ഞാൻ ഒരു കാര്യം ചെയ്യാണ്ടിരുന്നിട്ടില്ല. മോനെയും കൊണ്ട് പുറത്തൊറ്റയ്ക്കൊക്കെ പോവായിരുന്നു. സോ ഇതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ടൈം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ട്രൈ ടു ഡൂ ഇറ്റ്. നല്ല ഏർലി മോർണിംഗ് ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടും. പ്രത്യേകിച്ച് ഫജർ പ്രയറൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് ഖുർആനൊക്കെ ഓതി കഴിഞ്ഞിട്ട് മക്കളെയും കൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ആപ്റ്റായിട്ട് ലൈഫിലേക്ക് വരുമ്പോൾ
ആ ഒരു കാര്യം ചെയ്ത് തീർക്കാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാളെ നാളെ നീളെ നീളെ എന്നുള്ളൊരു പ്രോവർബില്ലേ, അതുപോലെ ആയിപ്പോവും ലൈഫ്. പഠിച്ചവന് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടൈമൊക്കെ ഉണ്ടാക്കി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പം തന്നെ നോർമലി ലൈഫിലേക്ക് ഭയങ്കര പീസും ഹാപ്പിനെസ്സും ഒക്കെ കടന്നു വരും ഇൻഷാ അല്ലാ. ടുഡേ ഐ വിൽ ടേക്ക് 2500+ സ്റ്റെപ്സ്. ഇറ്റ് വാസ് ഹ്യൂജ്. അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ്. ഞാൻ വന്നപ്പോഴേക്കും ബേബി അബൂദ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പം തന്നെ ക്വിക്കായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ ശേഷം ബേബി അബൂദ് സെക്കൻഡ് നാപ്പ് എടുത്തു. ആൻഡ് ആ ഒരു സെക്കൻഡ് നാപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവൻ എണീക്കാൻ എന്തായാലും ഒരു 2 hours എടുക്കും. ആ ഒരു ടൈമിനുള്ളിലാണ് ഞാൻ ഹോം ചോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറ്. അവൻ എണീക്കുന്നതിൻ്റെ മുന്നേ ഹോം ചോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സെക്കൻഡ് മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. മെയിൻ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡ്സൊക്കെ ആട്ടോ ഞാൻ പ്രിഫർ ചെയ്യൽ. വീക്ക്ലി 2 or 3 മാത്രമേ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാറുള്ളൂ കേട്ടോ. മാക്സിമം കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് ക്യുക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. സോ ടുഡേ ഐ വിൽ മേക്ക് എ വെരി ക്യുക്ക് ആൻഡ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ബ്രൗൺ ബ്രെഡ്. റീസെൻ്റ്ലി നമ്മൾ കാരിഫോറിന്ന് വാങ്ങിയ ക്യുമാക് എന്നും പറഞ്ഞ പേരുള്ള ഒരു ബ്രാൻഡിൻ്റെ തിക്ക് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്തിട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹണി വെച്ച് ഒന്ന് ടോപ്പ് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബേബി അബൂദ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. മോന് എണീറ്റ് കഴിഞ്ഞാലാണ് അവൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ, ഒരു 9 to 10:30 ഉള്ളിൽ. സോ എല്ലാ ദിവസവും അവന് കൂടുതലും ഇഷ്ടം റാഗി, പുട്ട്, ദോശ, ഇഡ്ഡലി, അതുപോലെ നമ്മളെ നാച്ചുറൽ കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ 3 years കഴിഞ്ഞതിന് ശേഷം ആൾ തീരെ ധാന്യവർഗ്ഗങ്ങൾ അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല, വളരെ കുറവാണ്. അതുപോലത്തെ ഹെൽത്ത് മിക്സ് അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാക്സിമം ഞാൻ ഓട്സും റാഗിയും ഹെൽത്ത് മിക്സൊക്കെ അവൻ്റെ ഡയറ്റിൽ വീക്കിലി 1 or 2 or 3 ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. മോനങ്ങനെ കറക്റ്റായിട്ടുള്ള ഡയറ്റ് പ്ലാനൊന്നുമില്ല. മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് നമ്മളും മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. സോ നമ്മൾ ഫോളോ ചെയ്യുന്നതാണല്ലോ നമ്മളെ കണ്ടിട്ട് നമ്മളെ മക്കളും കൂടുതൽ ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് മാക്സിമം ഞാൻ അങ്ങ് ഒഴിവാക്കും. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ വീക്കിലി 2 or 3 ആഡ് ചെയ്ത് അവനെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഫീഡ് ചെയ്യിക്കും. ദാറ്റ്സ് ഇറ്റ്. ഏത് ഫുഡാണെങ്കിലും അവരുടെ ബോഡിയിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് റൂട്ടീൻസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബേബി അബൂദ് എപ്പോഴും ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് 7:30 ഉള്ളിൽ കഴിക്കും. ആൻഡ് സെക്കൻഡ് നാപ്പ് എടുത്തതിൻ്റെ ശേഷമാണ് മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് മെയിൻ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചിട്ട് ഹോൾ ഓട്സിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ പൊടിച്ചിട്ടത് ആഡ് ചെയ്തിട്ടാണ് ഓട്സ് പ്രിപ്പയർ ചെയ്തിട്ടെടുത്തത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് അവരുടെ ബോഡിയിൽ എത്തിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു റുട്ടീൻ കുഞ്ഞിലേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടെടുത്താൽ ലൈഫിൽ ഫ്യൂച്ചറിൽ അവർക്കത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. Okay, now it's time to unbox my new kitchen essentials from Homebox and Daiso. റീസെൻ്റ്ലി ഞാൻ ഹോംബോക്സിൽ ഡേയ്സോന്നും പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് യൂട്യൂബിൽ സെറാമിക് ഐറ്റംസ് കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമൻസ് ആണ് എവിടുന്നാണ് വാങ്ങിയതെന്ന് പറയുമോ, അതിൻ്റെ റേറ്റ് മെൻഷൻ ചെയ്യുമോ, ക്വാളിറ്റി മെൻഷൻ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി ഡീറ്റെയിൽസ്, റേറ്റ് ഡീറ്റെയിൽസ്, എവിടുന്നാണ് വാങ്ങിയതെന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വേണമെങ്കിൽ കൊടുക്കാം. ഹോംബോക്സിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഡേയ്സോന്ന് ഞാൻ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഐ നോ അബൌട്ട് ദെയർ ക്വാളിറ്റി. ബട്ട് ഹോംബോക്സിലെ എല്ലാ പ്രൊഡക്ട്സും സെറാമിക്കിൻ്റെ ക്വാളിറ്റി ഒന്നും വലിയ രീതിയിൽ നല്ലതായിരുന്നില്ല. ആൻഡ് അവർക്കൊരു ഹ്യൂജ് സെയിൽ നടന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്തത് ഫ്രം ഹോംബോക്സ്. അതുകൊണ്ട് റീസെൻ്റ്ലി ഞാൻ അവരുടെ സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ റേറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ലൈക്ക് 5 dirhamsൻ്റെ പ്രൊഡക്ട്സൊക്കെ അപ് ടു 10-15 മാറിയിട്ടുണ്ട്. പക്ഷേ ഡേയ്സോയിലെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഡയറക്റ്റ്ലി. ഏത് ബ്രാഞ്ചിലാണെങ്കിലും അവർക്ക് സെയിം പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. റേറ്റിലും മാറ്റമൊന്നും ഉണ്ടാവില്ല.
സെറാമിക് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ജസ്റ്റ് ഒന്ന് തട്ടയും മുട്ടയൊക്കെ ചെയ്താൽ ബ്രേക്കേജ് ഇഷ്യൂസ് വരുന്ന കൈൻഡ് ഓഫ് സെറാമിക് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയതുകൊണ്ട് വലിയ രീതിയിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഹോം ബോക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഡീപ്പ് മിൽക്ക് മഗ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ മാത്രം ക്വാളിറ്റി വലിയ രീതിയിൽ ഓക്കെ ആയിരുന്നില്ല. 10-ൽ 6 or 7 ഒക്കെ കൊടുക്കാം. പക്ഷേ ഡെയ്സോന്ന് വാങ്ങിയ എല്ലാ പ്രൊഡക്റ്റും നല്ല പെർഫെക്റ്റ് ആയിരുന്നു, ഇൻക്ലൂഡിങ് ബേക്കിംഗ് ട്രേ. എൻ്റെ കയ്യിലുള്ള സെറാമിക് ഐറ്റംസിൻ്റെ കളേഴ്സൊക്കെ കൂടുതലും വൈറ്റോ ഓഫ് വൈറ്റോ ഒക്കെ വരുന്നതാണ്. റീസെൻ്റ്ലി ഐ എം ഒബ്സെസ്ഡ് വിത്ത് കളർ സെറാമിക് ഐറ്റംസ്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെഡ് കളർ ഡീപ്പ് വൈഡ് പ്ലേറ്റ് കണ്ടത്. ആൻഡ് ഇറ്റ് ലുക്ക് സോ ഗുഡ് ആൻഡ് പ്രെറ്റി. ക്വാളിറ്റി ബേസും ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ആയിരുന്നു. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ലൈഫ് എന്ന് പറയുന്നത് നമ്മളത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ നമ്മൾ പൊട്ടാണ്ട് തട്ടാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ലാസ്റ്റ് ചെയ്ത് പോകും. സെറാമിക് ഐറ്റംസൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് കെയർഫുൾ ചെയ്താൽ മാത്രമേ അതിന് ലൈഫ് ഉണ്ടാവുകയുള്ളൂ. സെറാമിക് ഐറ്റംസൊക്കെ നിങ്ങളെ കാണിച്ചു തന്നതിന് ശേഷം മോന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫുഡ് തീരെ തണഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അതൊന്നുകൂടി ഒരു 10 more minutes റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അതിനിടയിൽ എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടാവുമെന്ന് ക്വിക്കായിട്ടൊന്ന് തിങ്ക് ചെയ്തപ്പോൾ ടാബ്ലിൻ്റെ മുകളിലുണ്ടായിരുന്ന ഈ ഒരു ട്രേ ഒന്ന് ഈസി ആയിട്ട് ഡെസ്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ വീക്കിലി വൺസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് ഇന്ന ഡേ എന്നൊന്നുമില്ല, ഡസ്റ്റായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അപ്പം തന്നെ ക്വിക്കായിട്ട് ക്ലീൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഐക്കയെന്ന് റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തതായിരുന്നു ഈ ഒരു ബ്രഷ്. ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഡെസ്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസി ആൻഡ് സിമ്പിളായിട്ട് തോന്നി. സോ അത് വെച്ചിട്ട് ഞാൻ ട്രേ നന്നായിട്ടൊന്ന് ക്വിക്കായിട്ട് ഡെസ്ക് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഗ്ലാസ് ജാർസൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീഫിൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പ്രീവിയസ് വ്ലോഗിൽ ഐക്കേൻ്റെ ഗ്ലാസ് ജാർ കണ്ടപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി ബേസ് തീരെ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഡേ ടു ഡേന്നോ ഹോം ബോക്സിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത ഗ്ലാസ് ജാറിനേക്കാളും എനിക്കെപ്പോഴും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഐക്കേൻ്റെ ഈ ഗ്ലാസ് ജാറാണ്. ക്വാളിറ്റി ബേസിലും കുറച്ചുകൂടി ബെസ്റ്റായിട്ട് തോന്നിയതും ഈ ഒരു ഐക്കേൻ്റെ ഗ്ലാസ് ജാറാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ ഒരു ട്രേ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ 2 to 3 ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുമോ, ഇത് എവിടുന്നാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ. ഇത് ഞാൻ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഡേ ടു ഡേ കറാമേന്ന് പർച്ചേസ് ചെയ്തതാണ് ലാസ്റ്റ് മന്ത്. ഐ തിങ്ക് ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഇതിന് 10.99 AD ആയിരുന്നു. ഇത് കറൻ്റ്ലി അവരുടെ കയ്യിൽ 7.99 ADക്ക് ഓഫറിൽ അവൈലബിൾ ആണ്. ആൻഡ് ഫുള്ളി ഒരു പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ടുള്ള ഒരു വുഡ് ടച്ചൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രേ ആണ്. റിയലി സ്ട്രോങ് ആൻഡ് ഗുഡ്. നമ്മളുടെ വീട്ടിൽ ബേക്കറി ഐറ്റംസ് അങ്ങനെ വാങ്ങാറേ ഇല്ല കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ബേക്കറി ആയിരിക്കും വീട്ടിലുണ്ടാവുന്ന ബേക്കറി. ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മോനാണെങ്കിലും ബേക്കറിനോട് അങ്ങനെ അഡിക്റ്റ് ചെയ്യല്ല. സോ ഈ ഗസ്റ്റൊക്കെ കൊണ്ടുവരുന്ന ബേക്കറി എപ്പോഴും വെറുതെ ഇരുന്ന് നാശമായിട്ട് പോകാമെന്നല്ലാണ്ട് കഴിച്ച് കളയാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കല്ലോ എന്ന് വിചാരിച്ച് അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹോൾഡറിലാവുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ട്രേ പർച്ചേസ് ചെയ്തതായിരുന്നു. ആൻഡ് ഇറ്റ് വർക്ക്സ് റിയലി വെൽ. ഗ്ലാസ് ചാർജൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ക്വിക്കായിട്ട് ഞാനൊന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടെടുത്തു. ഹസ്ബൻഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാനും മോനും മാത്രമാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറ്. ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് എന്തേലും. ലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്വിക്കായിട്ടൊരു ഷവറൊക്കെ ചെയ്ത് പ്രേയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഡ്രൈ ആയി കഴിഞ്ഞ ഗ്ലാസ് ജാർസൊക്കെ എടുത്ത് ഒന്ന് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. റീഫിൽ ചെയ്തിട്ടില്ല, അത് പതിയെ റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ബേബി അബൂദ് ഒരുപാട് ദിവസമായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവന് കുക്കീസ് വേണമെന്ന്. ആക്ച്വലി ഹീസ് നോട്ട് ഓക്കെ വിത്ത് ഷുഗർ. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാനത് പറയാറുണ്ട്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കുക്കീസൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അവൻ്റെ ഒരു ലിമിറ്റിൽ അധികമായിട്ടുള്ള ഷുഗറി ആണെന്നുണ്ടെങ്കിൽ അവനത് കഴിക്കില്ല. കുക്കീസിൽ ഓൾറെഡി നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്താൽ ലൈറ്റായിട്ടുള്ള ഷുഗറെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. സോ ഞാൻ എപ്പോഴും ഹോം മെയ്ഡ് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഹോം മെയ്ഡ് കുക്കീസ് ആകുമ്പോൾ മോന് കഴിക്കാനും ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യുകയും ചെയ്യാം. ചില സമയത്ത് ഞാൻ ബ്രൗൺ ഷുഗർ മാത്രം ആഡ് ചെയ്തിട്ട് കുക്കീസ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറുണ്ട്. ആക്ച്വലി കുക്കീസിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും വരുന്ന ആ ഒരു മിക്സിംഗ് ആണ് വിത്ത് ബട്ടർ.
ലാസ്റ്റ് ടൈം ഒരു 2 to 3 month ബാക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയിൽ ഈ കുക്കീസിൻ്റെ റെസിപ്പി ആഡ് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട്. സോ ഈ ഒരു കുക്കീസിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ്. ബിക്കോസ് മോൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഹീസ് നോട്ട് ഓക്കെ വിത്ത് ഷുഗർ. അതുകൊണ്ട് പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ കുക്കീസ് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റെസിപ്പി. ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാൻ 3/4 കപ്പ് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് വൈറ്റ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹോട്ട് ടെമ്പറേച്ചർ ആയാലും കുഴപ്പമില്ല, ക്യൂബ്സ് ആഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് 1 ടേബിൾ സ്പൂൺ വനില എക്സ്ട്രാക്റ്റും 1/2 ടീസ്പൂൺ സോൾട്ടും റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു എഗ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആഡ് ചെയ്ത വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും നമ്മൾ ആഡ് ചെയ്ത ബട്ടറിൽ നന്നായിട്ട് മെൽറ്റായി ഒരു പ്രത്യേക സ്മെല്ല് സ്റ്റാർട്ട് ചെയ്യും. അതുവരെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായ ഈ ഒരു ഡോയിലേക്ക് നമ്മൾ നേരത്തെ തരിച്ചു വെച്ചിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ബാച്ചായിട്ടോ 1 ബാച്ചായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ബാച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച്. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും. ചോക്കോ ചിപ്സ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഡൺ. ഇത്രയേ ഉള്ളൂ, ഈസി ആൻഡ് സിമ്പിൾ. ഈ ഒരു ഡോയിലേക്ക് നമ്മൾ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള റാൻഡമായിട്ട് മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ചോക്ലേറ്റ് ബാർസ് കട്ട് ചെയ്ത് ക്യൂബായിട്ട് ആഡ് ചെയ്താലും ഓക്കെ ആണ്. എനിക്ക് കുറച്ചുകൂടി യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ്. കുറച്ചുകൂടി സ്വീറ്റ് ആൻഡ് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. ഇനി അതുമല്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും റാൻഡം ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ രണ്ടും കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്താലും കംപ്ലീറ്റ്ലി ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ബേബി അബൂദ് ഒരുപാട് ഷുഗറിന് ഓക്കെ അല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ബാർസ് ഏതെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്തിട്ടേ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറുള്ളൂ. ആൻഡ് ഇതൊരു എയർ ഫ്രയർ കുക്കീസാണ്. മാക്സിമം 15 മിനിറ്റ്സിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. എയർ ഫ്രയർ കുക്കീസ് ഉണ്ടാക്കുന്ന സമയത്ത് എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ച് വെക്കുക, പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ എയർ ഫ്രയറിന് സൈസായിട്ടുള്ള ബട്ടർ പേപ്പർ ഫിനിഷ് ആയതുകൊണ്ട് ഞാനൊരു ചെറിയ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഈ കുക്കീസ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത്. ബട്ടർ പേപ്പറിൻ്റെ എഡ്ജസ് ഇങ്ങനെ കോർണർ ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് ഫ്ലാറ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുക്കീസ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് 2 കോർണേഴ്സ് കൂടി നിന്നിട്ട് അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിൽ കുക്കീസ് വരില്ല. ഫസ്റ്റ് ബാച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറിൻ്റെ ഹെഡ്ജസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. മാക്സിമം ഒരു ഷീറ്റിൽ 4 കുക്കീസെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. 3 കുക്കീസൊക്കെ ആകുമ്പോൾ ഈ എഡ്ജ് ഫോൾഡായിട്ട് വരുന്ന ഒരു ഇഷ്യൂ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ബാച്ചിൽ 3 കുക്കീസ് വെച്ചിട്ടും സെക്കൻഡ് ബാച്ച് മുതൽ 4 കുക്കീസ് വെച്ചിട്ടും കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് എങ്ങനെയാണ് നമുക്ക് കിട്ടാമെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എയർ ഫ്രയറിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ ഡബിൾ വലുപ്പത്തിലായിരിക്കും അത് കുക്ക് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് വരുന്നത്. അതല്ലാണ്ട് നമ്മൾ റൗണ്ടിൽ വെച്ചതിന് ശേഷം അത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുമ്പോഴാണ് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കി റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഡോല് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ആഡ് ചെയ്താൽ നമുക്കത് പാസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് ഞാൻ എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച ടൈമിൽ ബാക്കിയുള്ള ബട്ടർ പേപ്പറിൻ്റെ എഡ്ജസ് കൂടി കട്ട് ചെയ്ത് നെക്സ്റ്റ് ബാച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത എല്ലാ പാത്രങ്ങളും സ്പോട്ടിൽ വാഷ് ചെയ്ത് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത് ആക്ച്വലി
ഒരു നല്ല കാര്യമാണ്. നാളെ നീളെ എന്നുള്ള പ്രോവർബ് മാക്സിമം ഫോളോ ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയട്ടെ എന്നുള്ളൊരു സംഭവം ഫോളോ ചെയ്യാണ്ടിരിക്കുക. അപ്പം തന്നെ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാനും സേവ് ചെയ്യാനും നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഈസി ആൻഡ് ക്വിക്കായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഞാൻ ബേക്കിങ്ങിന് യൂസ് ചെയ്ത എല്ലാ പോട്ട്സും വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കുക്കീസ് പ്രിപ്പയർ ആയോ എന്ന് നോക്കാം. 150 ഡിഗ്രിയിൽ 50 to 80 മിനിറ്റ്സിലാണ് ഞാൻ കുക്കീസ് എപ്പോഴും എൻ്റെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഓരോ എയർ ഫ്രയറിൻ്റെയും ടെമ്പറേച്ചറും അതിൻ്റെ വോൾട്ടിലും ഡിഫറെൻ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഏതൊരു സാധനം ബേക്ക് ചെയ്യാൻ എടുക്കുന്നതും കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ന്യൂട്രി കുക്ക് എയർ ഫ്രയർ ആണ്. എൻ്റെ എയർ ഫ്രയറിൽ 300 വോൾട്ട്സിൻ്റെതും 1800 വോൾട്ട്സ്, അങ്ങനെ വോൾട്ടിൽ ഡിഫറെൻ്റ് വരുന്നതിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ ടൈമിലും ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ 3 കുക്കീസ് വെക്കുമ്പോൾ അതിൻ്റെ എഡ്ജസ് ഫോൾഡായി ഇതുപോലെ ഷേപ്പ്ലെസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് 4 കുക്കീസ് മാക്സിമം ഒരു ബട്ടർ പേപ്പറിൽ എഡ്ജിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ബേബി അബൂദ് ഇത്രയും വലിയ കുക്കീസ് അറ്റ് എ ടൈം കഴിക്കൂല. അതുകൊണ്ട് കുഞ്ഞു കുക്കീസ് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ബാച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം. അതിനിടയിൽ കുറച്ചുകൂടി ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ബേക്ക് ചെയ്തിട്ടെടുക്കുന്ന ആ 15 മിനിറ്റ്സിൽ എൻ്റെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ക്വിക്കായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുക്കിങ്ങും ബേക്കിങ്ങും ഒന്നും എൻ്റെ കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. ഞാൻ ഒരിക്കലും എത്തില്ല അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ശരിക്കും ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളതിൽ ഹാപ്പിനെസ് കണ്ടെത്തി കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ജോബ് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യവും നമുക്ക് ക്വിക്ക് ആൻഡ് സിമ്പിൾ ആൻഡ് ഈസി ആയി പീസ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ എൻ്റെ ഹോം മേക്കിംഗ് ലൈഫിലൂടെ പഠിച്ചു. സോ ബേക്കിങ്ങും എൻ്റെ കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന ഒരുപാട് ഫുഡ്സ് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഫുഡ്സൊക്കെ നമുക്ക് തന്നെ ഒന്ന് നന്നായിട്ട് ഗൂഗിളോ യൂട്യൂബോ ഒക്കെ അടിച്ചു നോക്കിയാൽ സിമ്പിളായിട്ട് മേക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ടോഡ്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെയും പാരൻസൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാക്സിമം ഔട്ട്സൈഡ് ഫുഡ്സ് വാങ്ങുന്നതിന് പകരം ഇതുപോലെ വീട്ടിൽ ബേക്ക് ചെയ്യാനോ കുക്ക് ചെയ്യാനോ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഹോം മെയ്ഡ് കുക്കീസ് ആണെങ്കിലും ഔട്ട്സൈഡ് കുക്കീസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ബോഡിയിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് ആണ്. അതുകൊണ്ട് മന്ത്ലി വൺസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോൾ ഔട്ട്സൈഡ് ഫുഡ്സ് ആണെങ്കിലും ഹോം മെയ്ഡ് ഫുഡ്സ് ആണെന്നുണ്ടെങ്കിലും ഡിസഡ്വാൻറ്റേജ് നമ്മൾ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 4 കുക്കീസ് വെച്ച സമയത്ത് അതിൻ്റെ എഡ്ജസൊക്കെ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച ആ ഒരു റൗണ്ട് സർക്കിൾ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബേബി അബൂദും ഈ ഒരു ഒറ്റ കുക്കീസേ പെർ ഡേ കഴിക്കുകയുള്ളൂ. സോ സൈസ് ബേസ് എനിക്ക് തോന്നുന്നു മിനി കുക്കീസ് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഷുഗറി ഐറ്റംസ് മാക്സിമം കുട്ടികളുടെ ബോഡിയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ. ഒരു കാര്യവും നമ്മൾ ഫോളോ ചെയ്യാണ്ട് നമ്മൾ മക്കൾ ഫോളോ ചെയ്യാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ്. സോ നമ്മളൊന്ന് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളും അതുപോലെ തന്നെ നമ്മളുടെ പുറകിൽ വരും. സോ നമ്മളും ഷുഗറി ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്താൽ മക്കളും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഒരുപാട് ഔട്ട്സൈഡ് ജങ്കി ഫുഡ്സൊക്കെ നമുക്ക് ഇന്ന് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഒരു പ്രൊഡക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ആ സെയിം ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സോ മാക്സിമം ജങ്ക് ഫുഡ്സും ഷുഗറി ഐറ്റംസും ഒക്കെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്താൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാനോ മേക്ക് ചെയ്യാനോ ഒക്കെ പറ്റും. സോ ബേബി അബൂദ് ഇതുപോലുള്ള ഫുഡൊക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ചെയ്യാറ്. മാക്സിമം ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ഹെൽത്തി വേർഷനിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. താങ്ക് യു.